നാടകത്തിൽ ഇവിടെ പണം വെച്ചിരിക്കുന്നത്. ചേട്ടാ ഇതിപ്പോ നാട്ടുകാരെക്കാളും കഷ്ടമുണ്ട് അപ്പച്ചന്റെ കാര്യം. അവരാൻ ഗുണം പിടിച്ചാലും കണ്ണുകടി നാട്ടുകാർക്കാണേ. ആക്രമർക്ക് കടന്ന് അവരാൻ എങ്ങനെയാ ഇങ്ങനെ ഒരു വീടുണ്ടാക്കിയത്? വേറെ ഒന്നും കൂടി പണിയുന്നുണ്ടല്ലോ. ഇതിനൊക്കെ ഉള്ള വരുമാനം എവിടുന്ന? ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളാ. അവൻ മോട്ടിച്ചതാണെന്ന് ആരും പറയുന്നില്ലല്ലോ. ചെറുക്കനൊരു കോടീശ്വരിയെ കല്യാണം ചെയ്യുകയും ഒരു വലിയ കമ്പനിയുടെ തലപ്പത്ത് എത്തിച്ചേരുകയും ചെയ്തുകൊണ്ടേ അവിടുന്ന് മാറിക്കൊണ്ടുവന്നാ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഓരോരുത്തരുടെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ദൈവാധീനം പല വേഷത്തിൽ വരും. ചിലപ്പോ മക്കളെന്ന ഭാഗ്യമായിട്ട് വരാം. അന്നം തേടി നടന്നവന്റെ കയ്യിൽ കിട്ടിയ ഭാഗ്യം കണ്ട് നാട്ടുകാരെ അസൂയപ്പെടും. അത് സ്വാഭാവികം. ഒരുത്തന്റെ തകർച്ചയിൽ സന്തോഷിക്കുകയും സഹതപിക്കുകയും ചെയ്യുന്നത് ആ മനുഷ്യന്റെ രീതി. ചെറുക്കൻ തന്ന 10 ലക്ഷം കൊണ്ട് വീട് വെച്ചാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. പ്രിൻസിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ നെഞ്ചിലൊരു തീയ. ചെറുക്കനെ കുറിച്ച് ആലോചിച്ച് നീ എന്തിനാണ് മനസ്സിലാണ് അപ്പം കൂട്ടുന്നത്? അവനെ അവന്റെ പെണ്ണിനെയൊക്കെ ഒന്ന് കാണണമെന്നും അവന്റെ ജീവിതം ഒന്ന് കാണണമെന്നും ഒക്കെ ഒരു പെറ്റതള്ള എന്ന നില എനിക്കും ആഗ്രഹം കാണത്തില്ലേ? നീ എടുത്തൊരുങ്ങി ചെറുക്കന്റെ ജീവിതം കാണുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് അവര് നിന്നെ കേൾക്കുവോ? അപ്പനും അമ്മയും ബർക്കത്ത് കെട്ടവരാണെന്ന് ചെറുക്കന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാ കല്യാണത്തിന് പോലും വരണ്ടാന്ന് പറഞ്ഞത്. സോപ്പും എണ്ണയും ഒക്കെ തേക്കുന്നില്ലേടി? എടി എന്റെയോ നിന്റെയോ അവറാന്റെയോ വർക്കത്ത് കേട്ടിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? പട്ടി എന്നും പട്ടി തന്നെ അടി. നിങ്ങൾക്കൊക്കെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ചെന്നാ ചക്ക കേൾക്കത്തില്ലെന്ന്. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ കൊതിയാവൂ അപ്പച്ച. അവരാ സമ്മതിക്കണമെങ്കിൽ നീ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. അവന്റെ അനുവാദമില്ലാതെ നീ പോയാ കുനിച്ചു നിർത്തി നിന്റെ മുതുകത്ത് കക്കൂത്ത പണിയും അവനാ. എന്റെ മകന്റെ ഈ വിളി കേൾക്കുമ്പോ യേശുദാസിന്റെ പാട്ട് കേൾക്കുന്ന സുഖമാ. കർത്താവ് കൈയയച്ച സഹായിച്ച സമയത്തെ ഇതിയാനിതിന്റെ വല്ല കാര്യമുണ്ടോ? എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുക്കി ഇരിക്കേണ്ടതിന് പകരം നാട് മുഴുവൻ നടന്ന് പുല്ലുമൂടെ കിടക്കുവാ. നിന്നെ കെട്ടി കൂടെ കൂട്ടിട്ട് 10-35 കൊല്ലമായി. ഈ പുല്ലും മൂടെ പെറുക്കി തന്നെ നിന്നെയൊക്കെ പൊത്തിയത്. അപ്പാ പിടി ഇത് അലുവേ. അലുവായോ? എന്റെ അപ്പന് മാറ്റിയേട്ടേന്ന് കരുതി കറുത്ത അലുവായി അല്ല അവരെ ഞാൻ പറഞ്ഞ എന്താണെന്ന്, നിങ്ങൾ എവിടെയെങ്കിലും ഇത്തിരി നാള് സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് കർത്താവ് കരുതി. പണിക്കാർ ഉപേക്ഷിച്ചു പോയ കല്ല് പോലെ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിയായി അത് നമ്മുടെ ജീവിതത്തിന് മൂലക്കല്ലായി. പിന്നെ ഇങ്ങനെ നാട് നില അലറി പിടിച്ച് കിടക്കുന്നതേ ദൈവത്തിലിട്ടൊരു പണി കൊടുക്കുന്നതിന് തുല്യാണെന്നാ ഞാൻ പറഞ്ഞത്. നീ വേദപുസ്തകത്തിലെ താരത്തിന്റെ കഥ വായിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് 5ഉം ഒരാൾക്ക് 3ഉം ഒരാൾക്ക് 1ഉം കൊടുത്തു. 5ഉം 3ഉം കിട്ടിയവൻ എന്ത് ചെയ്തു? അതുകൊണ്ട് അത്രയും കൂടെ സമ്പാദിച്ചു. 1 കിട്ടിയവനോ അത് തുരന്നിട്ടു. വീണ്ടും വീണ്ടും സമ്പാദിച്ചവന് വീണ്ടും വീണ്ടും കൊടുത്തു. ആ തുരന്നിട്ടവന്റെ ഉള്ളത് കൂടി എടുത്തു മാറ്റി. ഇരുന്ന് തിന്നുന്നത് പോലെയും എരന്ന് തിന്നുന്നത് പോലെയല്ല അധ്വാനിച്ച് തിന്നുന്നത്. അപ്പന്റെ കാര്യമല്ല, നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ആഹാരം കഴിക്കണമെന്നാ. അവരാലാവുന്നിടത്തോളം കാലം നമുക്ക് ജീവിക്കാനുള്ള വക ആക്രി വെറുക്കി ഉണ്ടാക്കും. ഇത്രയും വലിയൊരു വീട് വെക്കാൻ എന്നെ കൊണ്ട് പറ്റുമായിരുന്നു. അപ്പൊ നമുക്ക് സാധ്യമാകാത്തത് സാധ്യമാക്കി തരുന്നത് ദൈവം എന്നും പറഞ്ഞ് ഉരുള ഉരുട്ടി അണ്ണാക്കിലോട്ട് തള്ളിത്തരുമെന്നും പറഞ്ഞ് കാലിൽ നീട്ടി ഇരുന്ന വലിക്കത്തേ ഉള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കള്ളന്റെ അഭിപ്രായം പറ. നമുക്ക് താമസിക്കാൻ ഇങ്ങനെ ഒരു വീട് നീ വെച്ചു. വേറെ ഒരെണ്ണം കൂടെ പണിയുന്നത് എന്തിനാണ് മക്കളെ? മക്കള് 2 മക്കൾക്കും അങ്ങേരുടെ വക ഓരോ വീട്. നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഞാൻ മനസ്സിൽ എനിക്കറിയത്തില്ല അപ്പച്ച. മക്കൾക്ക് 2നും വേണ്ടി തന്നെ അങ്ങനെ ഒരു കരുതലാണോ മക്കളെ? അപ്പൊ എനിക്ക് ജീവൻ തന്നത് ആരാ? മക്കളല്ല, ദൈവം തന്നത്. പലിശ സഹിതം തിരിച്ചു കൊടുക്കണമെന്നാണ് അവർ ആ പഠിച്ചേക്കുന്നത്. എന്നെ ഈ അപ്പനെ ഞാൻ പൊന്നുപോലെ നോക്കുന്നത് എന്താ? എന്നെ ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത് എന്റെ ഈ അപ്പനാ. നന്ദി കേട്ട മക്കൾക്ക് വേണ്ടി കരുതല് വേണമെന്ന്. മക്കൾ തെറ്റിയാ ക്ഷമിക്കേണ്ടത്. തെറ്റ് ചെയ്യുന്ന ഒരു പ്രായവും ക്ഷമിക്കുന്നതിന് ഒരു പരിധിയും. എനിക്ക് എന്റെ മകനെ ഒന്ന് കാണണം. നമുക്ക് 2 കൂടി പോയെന്ന് കാണാം. ഒരു കൊല്ലത്തിലേറെ ഞാൻ എന്റെ മകനെ ഒന്ന് കണ്ടിട്ട് നമുക്കൊന്ന് പോയി കാണാൻ അവറാനെ. ഞാൻ വരുന്നില്ല. നീ നിന്റെ തന്തയെ വിളിച്ചോണ്ട് പോയാ? എന്റെ തന്ത ചത്തു പോയില്ലേ? നിങ്ങളുടെ തന്തയെ വിളിച്ചോണ്ട് പോകാം. വാക്കിന് വാക്ക് തർക്കുത്തരം പറയുന്നത്? അവന്റെ വല്യപ്പച്ചനെ വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞ തർക്കുത്തരാണ്. ഈശോയെ ഈശോ അത് വരത്തില്ല. അത്രയും ക്യാൻസറോട് കൂടിയാ ഞാൻ എന്റെ തന്തയെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇവിടെ ഈ പറയുന്ന പുള്ളി ആരും അറിയാതെ 2-3 തവണ പോയാ മോനെ ഒന്ന് കാണാൻ.
മുമ്പിൽ തരുമെന്ന് 90 ദിവസമാ അന്നാമ്മയും അവറാനും മുട്ട നിന്നതേ. ഗതി കേട്ടപ്പോഴാ ഞാൻ എന്റെ മോനെ ഒളിഞ്ഞു നിന്ന് കണ്ടത്. ഭാര്യയെ വലതുവശത്തിരുത്തി, പട്ടിയെ പിഞ്ചിലിരുത്തി, കൊട്ടാരം പോലത്തെ കാറില് എന്റെ മകൻ പോണത് ഒരു പിച്ചക്കാരനെ പോലെ നോക്കി. എന്നെ കാണാൻ വരണ്ട. പെറ്റമ്മ എത്ര നോമ്പ് നോറ്റവള്, എത്ര ജപമാല എത്തിച്ചവള്. ചാത്ത ശാപം പോലും കാണാൻ സമ്മതിക്കില്ല ഞാൻ. പോണാണ് നിനക്ക് മാരെ കാണാൻ. എടി പോ.